അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മത്താർ കദീമിൽ സ്ഥിതി ചെയ്യുന്ന കിക്ക് ഓഫ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് എങ്ങനെയാണെന്ന് ടേസ്റ്റ്, ക്വാളിറ്റി, ആംബിയൻസ്, സർവീസ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ അകത്തേക്ക് പോകാം. റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ തന്നെ നല്ല വൃത്തിയും മനോഹരമായ സെറ്റപ്പുമാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഫാമിലിയായും ഫ്രണ്ട്സിനൊപ്പവും വന്ന് ഭക്ഷണം ആസ്വദിക്കാൻ പറ്റിയ ഒരു കംഫർട്ടബിൾ ആയ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം മുഴുവൻ ഒരു ഫുട്ബോൾ കളിയുടെ സെറ്റപ്പിലായിരുന്നു. ചെന്ന് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു വലിയ വയനാടൻ പോത്തും കാലും പൊറോട്ടയുമാണ്. ഞങ്ങൾ ഓർത്തു അതൊക്കെയായിരിക്കും ഇവിടുത്തെ സ്പെഷ്യലെന്ന്. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്ത് സ്ഥാനം പിടിച്ചു. കുറച്ചു നേരം അങ്ങനെ വെയിറ്ററേയും കാത്തങ്ങനെ ഇരുന്നു. റെസ്റ്റോറൻറ്റ് ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഞങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. ആ റെസ്റ്റോറൻറ്റ് മുഴുവൻ ഒരു ഫുട്ബോളിൻ്റെ തീമായിരുന്നു. അവിടെ എവിടെ നോക്കിയാലും എല്ലാ കളിക്കാരുടെയും പോസ്റ്ററുകളും ഫുട്ബോളിൻ്റെ രൂപങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ മുന്നിലേക്ക് മെനു എത്തി. എനിക്കത് ആദ്യം കണ്ടപ്പോൾ ഒരു കല്യാണ ആൽബം പോലെയാണ് തോന്നിയത്. അത്രയ്ക്കും വലുതായിരുന്നു അത്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് പേജുകൾ മറിച്ച് നോക്കി എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ അവിടെ വന്ന വെയിറ്ററോട് തന്നെ അവിടുത്തെ സ്പെഷ്യലിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് സീ ഫുഡ് പ്ലാറ്റർ തരാമെന്നായിരുന്നു. ഓക്കെ, ശരിയെങ്കിൽ ഞങ്ങൾ സീ ഫുഡ് പ്ലാറ്ററും അതുപോലെ തന്നെ പൊറോട്ടയും ഒക്കെ ഓർഡർ ചെയ്തു. വെയിറ്ററേയും കാത്ത് അവിടുത്തെ മനോഹരമായ ചിത്രങ്ങളുമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു സീ ഫുഡ് പ്ലേറ്റർ ഇല്ല, അത് തീർന്നു പോയെന്ന്. ഓക്കെ, എന്നാൽ ശരി, സാരമില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്തു. ഞങ്ങൾ അങ്ങനെ വെയിറ്ററേയും കാത്തങ്ങനെ ഇരുന്നു. അവിടെയുള്ള ഓരോരോ ചിത്രങ്ങളെയും കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളുടെ മുമ്പിലേക്ക് പ്ലേറ്റുകൾ കൊണ്ടുവച്ചു. കുറേ നേരം ഇരുന്ന് ബോറടിച്ചിട്ടാകാം ഞാൻ കുറച്ച് നേരം പ്ലേറ്റൊക്കെ കറക്കി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള വിഭവങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തി. ഞങ്ങൾ ഓർഡർ ചെയ്തതെല്ലാം ഓരോന്നായിട്ട് അവർ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ ഓരോന്നും ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഞങ്ങളുടെ പ്ലേറ്റിലേക്കാക്കി. ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ പൊറോട്ട ഓർഡർ ചെയ്തു. വീറ്റ് പൊറോട്ട, പുട്ട്, ബാർബിക്യൂ, പള്ളിക്കറി, ബീഫ് പള്ളിക്കറി, ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഓരോരുത്തർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഞങ്ങളുടെ പ്ലേറ്റിലേക്ക് വെച്ചപ്പോഴാണ് ഞങ്ങൾ മാറി ഓർഡർ ചെയ്ത ആ സ്പെഷ്യൽ വിഭവം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഒരുപാട് പ്രതീക്ഷകളോടെയും ആഗ്രഹങ്ങളോടും കൂടെ ഞങ്ങൾ ആ ഒരു പൊതിച്ചു. അത് ഞങ്ങൾ ഫിഷ് പൊള്ളിച്ചതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാനീ കണ്ടിട്ടുള്ള ഫിഷ് പൊള്ളിച്ചതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സവോളയും തക്കാളിയും പച്ചമുളകും മല്ലിയിലയും കരിയാപ്പിലയും ഒക്കെ വിതറിയതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇത് കൊണ്ടുവച്ചപ്പോൾ ഗ്രേവി മാത്രമാണ് ഫിഷിൻ്റെ മുകളിൽ കാണാൻ പറ്റിയത്. അപ്പോൾ അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഗ്രേവി എടുത്ത് എല്ലാവരുടെയും പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഫിഷ് ടേസ്റ്റ് നോക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷേ കാര്യം കാണാൻ വലിയ രസം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കാത്തിരുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുറച്ചും കൂടെയൊക്കെ ഒന്ന് ശരിയാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടെയൊക്കെ പൊടിക്കൈകൾ അതിൽ ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. വലിയ സ്പൈസി ഒന്നും ആയിരുന്നില്ല. എന്നാലും അതിന് മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒന്നും കൂടി കാണാൻ ഒരു സുന്ദരിയാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ സർവീസൊക്കെ നല്ലതായിരുന്നു. ആ വെയിറ്റർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി എന്ത് വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതൊക്കെ വളരെ നന്നായിരുന്നു. അവിടുത്തെ ആംബിയൻസും സർവീസിങ്ങും എല്ലാം വളരെ നല്ലതാണ്. ഇത് മത്താർ കദീമിലാണുള്ളത്. നിങ്ങൾക്കും ഇത് അവിടെ പോയി ഫുഡ് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും നല്ല വൃത്തിയുമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും അവിടെ പോവുക. അങ്ങനെ ഞങ്ങൾ വയറ് നിറയെ ഫുഡ് കഴിച്ചു. അവിടെ നിന്നും ഇറങ്ങി.